ഓപ്പൺഐയുടെ ഒഫീഷ്യൽ ഇമേജ് ജനറേറ്റീവ് AI ടൂളായിട്ടുള്ള DALL-E 2 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അതിന്റെ പുതിയൊരു വേർഷൻ കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഓപ്പൺഐ. DALL-E 3 എന്നാണ് ഇതിന്റെ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് വരുന്നത് ചോദിച്ചാൽ, സാധാരണ രീതിയിൽ DALL-E 2, Midjourney, Stable Diffusion എല്ലാം നമുക്ക് ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് നമുക്ക് ഇമേജ് ജനറേഷന് വേണ്ടി അവൈലബിൾ ആകുന്നത്. പക്ഷേ അതിലൊന്നും വ്യത്യസ്തമായിട്ട് ChatGPTയോട് കൂടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നിലവിൽ DALL-E 3യെ ഓപ്പൺഐ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മൾ വലിയ രീതിയിലുള്ള പ്രോംപ്റ്റ് എല്ലാം സ്ട്രക്ചർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് Midjourney, DALL-E 2, Stable Diffusion എല്ലാത്തിലും നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സാധാരണ രീതിയിൽ നമ്മൾ ChatGPTയോട് എങ്ങനെ ചാറ്റ് ചെയ്യുന്നു അതേ രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് DALL-E 3 ഉപയോഗിച്ച് നിലവിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു DALL-E 3 എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് എങ്ങനെയാണ് നമുക്കിപ്പോൾ നിലവിൽ ആക്സസ് ചെയ്യാൻ പറ്റുക? സോ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസിൽ നമുക്ക് ChatGPTയിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DALL-E 3 ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ChatGPT ഫ്രീ വേർഷനിൽ അവൈലബിൾ ആണ്? ഇല്ല, പെയ്ഡ് വേർഷനിലാണ്. 3.5ലും 4ലും ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ 3.5 ആണ് ഫ്രീ വേർഷൻ വരുന്നത്, 4 ആണ് പെയ്ഡ് വരുന്നത്. ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സുകളും പെയ്ഡിലാണ് ആദ്യം അവർ തുടങ്ങി വെക്കുന്നത്. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മുടെ ChatGPT ഓപ്പൺ ആക്കി വെച്ചാൽ GPT-4 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റും DALL-E 3 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിഫോൾട്ട് ആയിട്ട് വരുമോ അതോ സെറ്റിംഗ്സിൽ ഓൺ ആക്കേണ്ടി വരുമോ? നിലവിൽ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്താൽ DALL-E 3 ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. ഓക്കെ, ഇത് നിലവിൽ ബീറ്റ വെർഷനിലാണുള്ളത്, അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു DALL-E 3നെ ChatGPTയിലേക്ക് കൊണ്ടുവന്നാണ് അവർ ബെസ്റ്റ് എന്ന് പറയുന്നത്. മുമ്പ് ഇതുപോലെ കൊണ്ടുവരുന്ന. ഓക്കെ, സോ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലഗിൻസ് എന്ന രീതിയിൽ എനേബിൾ ആവും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻസ് വരുന്നത്. ഇപ്പോൾ Midjourney കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ ഇമേജ് ജനറേറ്റ് ചെയ്യും, അതിന് പിന്നെ ചാറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ ChatGPTന്റെ ഈ സമയത്ത് നമുക്ക് ചാറ്റ് ചെയ്തിട്ട് പ്രോംപ്റ്റ് മാറ്റാനൊക്കെ സാധിക്കും. ChatGPTയുടെ പ്രത്യേകതയായിട്ടുള്ള ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻ പോലെ നമുക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എഡിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചാറ്റ് ചെയ്താൽ മതിയല്ലോ. സോ അതുകൊണ്ടാണ് ഇവർ DALL-E 3നെ ChatGPTന്റെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള റീസൺ. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് 4 astronauts പ്ലേയിങ് ഫുട്ബോൾ ഓൺ എ സാൻഡി ബീച്ച്. അതായത് ബേസിക്കലി ആസ്ട്രോണോട്സ് ഒക്കെ നമ്മളിവിടെ ബീച്ചിൽ വന്നിട്ട് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നില്ല നമുക്ക് നോക്കാം. ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് 4 ആസ്ട്രോണോട്സ് ആണ്. സിമ്പിൾ പ്രോംപ്റ്റ് ആണ്, ജസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ പ്രോംപ്റ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ Midjourneyയിൽ കൊടുക്കുന്ന പോലെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ ഇമേജ് ആക്കി മാറ്റാം. ഇപ്പോൾ Midjourney ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് പ്രോംപ്റ്റ് അങ്ങോട്ട് പഠിക്കണം, എന്തൊക്കെയെന്നുള്ള സ്പെസിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്, ജസ്റ്റ് ഒരു സിംഗിൾ ലൈനിൽ കൊടുത്താൽ അതിനെ അവരെന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റിംഗ് അവർ തന്നെ ചെയ്യും. ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് വേണ്ട എന്താണ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ DALL-E 3 പ്ലഗിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഈ 4 പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിഫോൾട്ട് ആയിട്ട്. ഇനി ആ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റിനായിരിക്കും ഇമേജുകൾ ജനറേറ്റ് ആവുക, അല്ലാതെ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഇമേജ് ചെയ്തു തന്നു അല്ലേ? മുമ്പ് DALL-E 2 നല്ല ക്വാളിറ്റി ഉണ്ട്, ഇത്ര ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു. ക്വാളിറ്റി ജനറേഷൻ ആണ്. 4 ഇമേജ് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ്, നമ്മൾ എന്താണ് കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ടില്ല, ഒരു ഇമേജ് വേണം, നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ പ്രോംപ്റ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇമേജ് നമുക്ക് തന്നു. Midjourney പോലെ തന്നെ 4 ഇമേജ് വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ, ഡയറക്റ്റ് ഒന്നും റിസർച്ചിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം, ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്താൽ ഇവിടെ അതിൽ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഫോട്ടോ ഓഫ് 2 മെയിൽ ആൻഡ് 2 ഫീമെയിൽ, അതായത് മെയിൽ വേണം ഫീമെയിൽ വേണം ഒക്കെ ഉള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് ChatGPT തന്നെ കൊടുത്തിട്ടുണ്ട്. ആസ്ട്രോണോട്സ് ഇൻ ദ സ്പേസ് സ്യൂട്ട് പ്ലേയിങ് ഫുട്ബോൾ ആണ് സാൻഡി ബീച്ച് വിത്ത് ക്ലിയർ ബ്ലൂ സ്കൈസ് എന്ന രീതിയിൽ എക്സ്ട്രാ, അതായത് പ്രോംപ്റ്റിനെ തന്നെ അവർ ഡീറ്റെയിലിംഗ് ആക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കോപ്പി ചെയ്തിട്ട് വേറെ ടൂളൊക്കെ യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ താഴെ നമുക്ക് 4 ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇമേജുകൾ കാണാൻ പറ്റും. ഐ തിങ്ക് ഫസ്റ്റ് വൺ ആണ് കുറച്ചുകൂടി ക്വാളിറ്റി, ഒരു റിയലിസ്റ്റിക് ഫോട്ടോസ് ഇല്ലെന്നുള്ളത്. അപ്പോൾ ഈവൻ അതിന്റെ ഷാഡോസ് ഇപ്പോൾ വെയിലടിക്കുന്ന സമയത്ത് വെയിൽ വരുമ്പോൾ ഷാഡോസ് ഇങ്ങോട്ട് വരുന്നത് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിംഗേഴ്സിന്റെയും അതേപോലെ തന്നെ ഓരോ ബോഡി മൂവ്മെന്റ്സും നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഫുട്ബോൾ കളിക്കുന്ന സമയത്തുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ നമുക്കിത് ഒരു ലാൻഡ്സ്കേപ്പ് സൈസ് ആണ് ഇപ്പൊ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മാറ്റിയിട്ട് ഒരു സ്ക്വയർ ആക്കാൻ പറ്റുമോ? നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് വൺസ് ChatGPT നൽകി കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിന്നെ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെയിം പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്കാണ് വന്നിട്ട് പ്രോംപ്റ്റിൽ മാറ്റം വരുത്തിയിട്ട് പുതിയ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ കൂടി നോക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ പ്രോംപ്റ്റ് ഇല്ല, അതായത് 4 ആസ്ട്രോനോട്സ് എന്നുള്ളതിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒന്നുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 1080 സൈസ് മാത്രം എക്സ്ട്രാ ആഡ് എക്സ്ട്രാ, അതായത് അതാണ് സ്പെസിഫിക് ആയിട്ട് പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും ഇതേപോലെ 4 പ്രോംപ്റ്റുകൾ ജനറേറ്റ് ചെയ്യും. ദെൻ 4 ഇമേജും കൂടി നമുക്ക് അതിന്റെ കൂടെ കിട്ടും. 4 നമുക്ക് എന്തുണ്ടാവും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആയതുകൊണ്ട് ആ സൈസിലേക്ക് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാണ്ട് 4 ഇമേജും സൈസ് മാറ്റി സ്ക്വയർ ആക്കി തന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഡിഫോൾട്ടാണ് വേണ്ടത് അത് പ്രോംപ്റ്റിൽ കൊടുക്കുക. വൺസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ അവൈലബിൾ ആണ്. വളരെ പവർഫുൾ ആണ്. ഇപ്പോൾ ഡാലിറ്റിനെ അപേക്ഷിച്ച് ഇരട്ടി പവർഫുൾ ആയിട്ടുണ്ട്. DALL-E 3 മാത്രം നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. DALL-E 3 വിത്ത് ChatGPT വരുമ്പോഴാണ് ഈ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് DALL-E 3യിൽ വരുന്ന ഫീച്ചേഴ്സ്. അതായത് മുമ്പ് DALL-E 2-നേക്കാളും പിന്നെ നിലവിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇമേജ് ജനറേഷൻ ടൂളിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ChatGPT ഇൻറ്റഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് സാധാരണ രീതിയിൽ നമ്മൾ ഒരാളോട് ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ചാറ്റ് ചെയ്തുകൊണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാം. കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഒരുപാട് ടാസ്ക് എടുക്കുകയൊന്നും വേണ്ട. മൾട്ടിപ്പിൾ ഇമേജസ് നമുക്ക് ഇതുപോലെ ഫോളോ അപ്പ് കൊടുത്തിട്ടൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. വളരെ പവർഫുൾ ടൂളാണ്. ഇത്തരത്തിലുള്ള ടൂളുകൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.